കഴിവറ മോനെ, പണിയെടുക്കണം മര്യാദക്ക്. കൊത്തടാ, പണിയെടുക്കണം മര്യാദക്ക്. മേലെ എനിക്ക് പണിയെടുക്കണം. കാര്യം നീ എന്റെ അനിയനൊക്കെ തന്നെയാ. പക്ഷെ എന്റെ അച്ഛനമ്മയും മരിച്ചപ്പോൾ നീ ഇവിടുത്തെ ഒരു അടിമയാ. മര്യാദയ്ക്ക് പണിയെടുത്ത് മര്യാദയ്ക്ക് വല്ല തിന്നും കുടിച്ച് ഇവിടെ കഴിഞ്ഞോളണം. ഈ സ്വത്ത് മുഴുവൻ എന്റെ പേരില, അത് നീ ആലോചിച്ചോ. കേട്ടോ? ഞാൻ വേണുവേട്ടൻ്റെ അടുത്ത് എന്ത് തെറ്റാ ചെയ്തത്? നമ്മുടെ അച്ഛനും അമ്മയും മരിക്കാനുള്ള കാരണം വേണുവേട്ടനാണെന്ന് എനിക്ക് സംശയമുണ്ട്. എന്താടാ നായ പറഞ്ഞ? എനിക്ക് നിങ്ങളുടെ ഓഹരിയൊന്നും വേണ്ട, എന്നെ ഒന്ന് വെറുതെ വിട്ടാൽ മതി. എനിക്കും ജീവിക്കണം. അല്ലെങ്കിൽ ഞാൻ നിനക്ക് ഓഹരി തരാതിരിക്കുമായിരുന്നു. എന്നാ പിടിച്ചോ നിന്റെ ഓഹരി. എന്റെ കാല്. ഈ നാട്ടിൽ നിന്നവരെ എന്റെ മുഖത്തേക്ക് വർത്താനം വരെ ആരും ധൈര്യപ്പെട്ടുള്ള. എന്റെ കണ്ണ്, അമ്മ എന്റെ കണ്ണ്, എന്റെ കണ്ണ്. എടാ, അനിയന്റെ കണ്ണും തല്ലി പൊട്ടിച്ചു. ഇനി അവനെ ഇവിടെ നിർത്താൻ പറ്റില്ല. എടാ, ഇനി അവനെ എങ്ങനെയെങ്കിലും അടുത്തോണ്ട് ഈ നാട് നിർത്തണം. അവനെ ഇനി ഇവിടെ നിർത്താൻ പറ്റില്ല. ഓക്കെ ഓക്കെ. ദേവാ, പ്രതികാരം വീട്ടാൻ സമയമായില്ലോ. അതൊന്നും നീ പേടിക്കണ്ട. അവിടെ നീ ചെല്ലുമ്പോ നമ്മുടെ ഒരു പയ്യൻ അവിടെ ഉണ്ട്. നീ അവന്റെ ഒപ്പം പോ, പുറകെ ഞാൻ വരാം. അപ്പോ യാത്രയാവൂല്ലേ? ഇക്കുള്ളപ്പോ എനിക്ക് ധൈര്യമായി ചെന്ന് പ്രതികാരം വീട്ടിട്ട് വാ. പോ. എത്രയായി ചേട്ടാ? ഹലോ, എന്താടാ? ഞങ്ങളൊരു കാര്യം അറിയാൻ വേണ്ടി വന്നതായിരുന്നു. നിന്റെ ഒന്ന് കാര്യം കേൾക്കാൻ എനിക്ക് സമയമില്ലല്ലോ. ഒന്ന് പറഞ്ഞ് സഹായിക്കടാവേ. പന്നെ, ഈ നാട്ടിൽ വന്ന് എന്നോട് കളിക്കാറിയോ? തീർത്ത് കളയും പന്നി. അതിനു മുന്നേ നിന്നെ ഞാൻ തീർത്താലോ? എന്നാ ചോദിച്ചേട്ടാ അവിടെ വിഷയം? ഒന്നുമില്ലടാ, ഇവന്മാര് ചുമ്മാ ചൊറിയാൻ വന്നതാ. എന്തിനെ വിളിച്ചിട്ട് പോയിക്കടാ ചുമ്മാ. നിർത്ത്. ഞാൻ ഈ വേണുവിന്റെ വീട് അന്വേഷിച്ചു വന്ന. പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. അതിന് നീ ആരാടാ? പണ്ടെന്റെ അച്ഛനും അമ്മേനെയും കൊന്നു. എന്റെ കണ്ണും തല്ലിപ്പൊട്ടിച്ച് എന്നെ അന്ധനാക്കി. എന്റെ ചേട്ടൻ വേണുവിനെ അവസാനമായിട്ട് കാണാൻ വന്ന. ഞാനിപ്പോ അവനെ കാണാറില്ല. നീ പോയി കോളനിയിൽ മധുവിനോടൊന്ന് ചോദിച്ചു നോക്ക്. എന്നാ ശരി. ഒന്ന് നിന്നെ. പ്രതികാരം വീട്ടിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മൾ തമ്മിലൊന്ന് കാണുന്നുണ്ട്. എടാ, ഇവിടെ വേണു എന്ന് പറഞ്ഞ ഒരാളുടെ വീടുണ്ടല്ലോ, എവിടെയാണെന്നറിയോ? എനിക്കറിയില്ല. അപ്പുറത്തെ കടയിൽ ചോദിച്ചപ്പോ നിനക്ക് അറിയാന്നാലോ പറഞ്ഞേ? എനിക്കറിയാൻ പാടില്ല കേട്ടാ, മുത്തുമുഴി ഭാഗത്തെങ്ങാണ്ട. സത്യമായിട്ട് എനിക്കറിയാൻ പാടില്ല. ശരി, അങ്ങനെ നമ്മൾ എത്തിയില്ലേ? പെട്ടെന്നുണ്ടേ കൊടുക്കടാ. അവൻ പഴയ പരിപാടി നിർത്തിയിട്ടില്ല. ഞാൻ സഹായിക്കണോ? മോനെ,
പിടിപിടി ആവട്ടെ. അതെ, ഇത് കീറി കണ്ട് വേറെ പണിയുള്ളതാ. പിടിപിടി ആവട്ടെ. കൃഷ്ണ, എന്ത് പൂരം കണ്ടുണ്ടിക്കടാ, പണിയെടുക്കടാ. ഓർമ്മയുണ്ടോടാ വേണു ഏട്ടാ? ഓർമ്മയില്ലാണ്ടിരിക്കടാ ദേവാ. ഇത് വേണുവേട്ടൻ എന്റെ കണ്ണ് കളഞ്ഞതിനുള്ള പ്രതികാരമല്ല, എന്റെ അച്ഛനും അമ്മേനെ കൊന്നതിനുള്ള പ്രതികാരം. അതിനാണ് ഞാൻ നിന്നെ തേടി വന്നത്. ദേവാ, എന്തു പറ്റി? എനിക്കടാ ദേവാ. ഒരു പ്രാവശ്യം ഞാൻ ഈ നാട്ടിൽ നിന്നെ കൊല്ലാണ്ട് വിട്ടതാ. ഇനി നിനക്ക് ജീവിക്കാനുള്ള അർഹതയില്ല. പാട മക്കളെ. ഇല്ല മുതലാളി, മുതലാളിയുടെ അടിമയായിട്ട് ജീവിക്കാൻ ഇനി ഞങ്ങൾക്ക് പറ്റില്ല. എല്ലാവരും മാറിക്കോ. പയ്യന്മാരെ നീങ്ങിക്ക് നീങ്ങിക്ക്. നിന്റെ കൊടും പീഡനം സഹിച്ച് അവൻ എന്റെ അടുത്താണ് വന്നു ചേർന്നത്. എടാ, പണ്ട് നീ ഈ മുറ്റത്തിട്ടാണ് ഇവന്റെ കണ്ണ് നീ കളഞ്ഞത്. അതിന് നിന്നെ കൊല്ലാൻ ഇവൻ തന്നെയാണ് അർഹതൻ. ഡാ, കൊണ്ടുപോവനെ. ആക്കാ കുത്തി കീറണ അവനെ. ചെന്ന് പിടിക്കുക. തങ്ങി നിക്കണോടാ. അയ്യോ, ഡാ, എടുത്തോണ്ട് പോടാ.